അപ്പൊ ഇന്നത്തെ വീഡിയോ വരുന്നത് അമ്മാമ്മയുടെ ഒപ്പമാണ് കേട്ടോ. അപ്പൊ അമ്മാമ്മ മാല കെട്ടുന്ന പരിപാടിനെ പറ്റി നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. അമ്മാമ്മ അപ്പൊ എങ്ങനെയാ അമ്മാമ്മ ഈ മാല കെട്ടൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്? അത് എൻ്റെ നാത്തൂനെ കൊണ്ടുപോയി ഓർത്ത് ഇതൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഞാൻ കണ്ടു പഠിച്ച് പോയി മേടിച്ചിട്ടുണ്ടെന്ന് കെട്ടാറുണ്ട്. ഇപ്പോൾ ആൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരുന്നുണ്ട്. കുറേ കാലം കെട്ടാണ്ടിരുന്നു, കുറച്ച് നാൾ കണ്ണിന് വയ്യായി വന്നിട്ട്. അങ്ങനെയായിട്ട് ഇപ്പോൾ അതേ കെട്ടി തുടങ്ങി. ഞാൻ ഇപ്പോൾ വയ്യാണ്ടിരിക്കുന്നു. അപ്പോൾ അത് കാരണം വെറുതെ ഇരിക്കിൻ്റെ വീട്ടിൽ നിന്ന് വെച്ചിട്ട് ആളെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരാൻ പറഞ്ഞ കാരണം ഇങ്ങോട്ട് തരുന്നുണ്ട്. അങ്ങനെ ഞാൻ ദിവസം ഒരേ മാല അല്ലെങ്കിൽ 2 മാലയൊക്കെ ആയിട്ട് കെട്ടും. അപ്പൊ എത്ര വർഷം മുന്നേ ഇപ്പൊ ഇത് ആദ്യമായിട്ട് പഠിച്ചത് ഈ മാല കെട്ടാനൊക്കെ? ആദ്യമായിട്ട് പഠിച്ച എൻ്റെ താഴെയുള്ള മോൾക്ക് ഒരു 4 വയസ്സുള്ളപ്പോൾ പഠിച്ചു. ഇപ്പം അവൾക്ക് 35 വയസ്സായി. ഇപ്പൊ ആരുടെ ഇതിലാ അമ്മാമ്മ ഇപ്പൊ ജോലി ചെയ്യണ? വല്ല കമ്പനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാ? കമ്പനി അല്ല, ഞങ്ങൾ തന്നെ ഇവിടെ 2-3 പേര് ഇങ്ങനെ എടുത്ത് ആളായിട്ട് കൊണ്ടുവന്ന് തന്നിട്ട് ഞങ്ങളത് മേടിച്ച് പങ്കച്ചെടുത്ത് അങ്ങനെ ചെയ്യും. ഇപ്പൊ ആർക്കെങ്കിലും ഇങ്ങനെ മാല കെട്ടാനായിട്ട് ഇപ്പൊ താല്പര്യം ഉണ്ട്, ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഇതിനായിട്ട്? അത് ഞങ്ങളോട് വന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആളായിട്ട് കൂട്ടി ഇണക്കി കൊടുക്കും. അപ്പൊ ഈ മാലക്കെട്ട് ആള് പഠിപ്പിച്ചു തരും ഇപ്പൊ ഇത് തരുന്ന ആള്? ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആള് വേറൊരു തരം കെട്ടാൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. പിന്നെ മാലേരെ വലിപ്പം പറഞ്ഞു തന്നു. അന്നും മാലേരെ വലിപ്പമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ കൊല്ലം കഴിഞ്ഞ് കാശ് തന്നു ഈ കൊല്ലത്തെ. അതിന് ശേഷമാണ് ഇപ്പോൾ ഇത് പറഞ്ഞത്. അപ്പൊ പൈസ തരുന്നത് എങ്ങനെയാ? വർഷാണോ? നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ പൈസ തരുന്നുണ്ട്. മുൻകൂറായാലും തരാറുണ്ട്. നമുക്ക് അത്യാവശ്യം വരുമ്പോൾ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ വർഷാണ്. അല്ലെങ്കിൽ വർഷം മേടിക്കുമ്പോൾ ഒരു തുക ആവില്ല. അപ്പൊ അങ്ങനെ അമ്മാമ്മ അപ്പൊ നമ്മള് മറ്റു ജോലിനെ അപേക്ഷിച്ച് ഈ മാല കെട്ടുന്നോണ്ടുള്ള ഗുണം എന്താണ്? ഗുണങ്ങള് ഇപ്പൊ ഞാൻ ഇപ്പൊ വെറുതെ വീട്ടിലിരിക്കല്ലേ, ചെറിയൊരു കുട്ടിയുണ്ട്. അപ്പൊ അതിനെയൊക്കെ നോക്കി ഇത് കുറച്ചേശം കെട്ടി ചെറിയൊരു വരുമാനം പോലെ, നമ്മുടെ സ്വന്തം ഒരു വരുമാനം പോലെ ആയില്ലേ. അങ്ങനെ അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യാനെടുക്കാനാ ഒരു ചെറിയ കാശ് കിട്ടിയില്ലേ. അത് കാരണം